സമുദായത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്തണമെങ്കിൽ അവിടെ ആ സ്ത്രീകൾക്ക് ആ സമുദായം നൽകിയിരിക്കുന്ന സ്ഥാനം എന്തെന്ന് പരിശോധിച്ചാൽ മതിയാകുന്നു. അപ്പോ ഈ മാനദണ്ഡത്തിൽ പഴയ നിയമകാലത്തിലെ എബ്രായ സമുദായത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വിലയിരുത്താൻ പ്രയാസമാണ്. കാരണം ഒരു ദീർഘകാല ചരിത്രമാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓരോ തരത്തിലും ജനങ്ങളുടെയും ആ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ചിന്താഗതികൾ മാറി വരുന്നതിനനുസരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിലും സ്ത്രീകളോടും അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ് ഓരോ കാലഘട്ടവും. അപ്പൊ ഇതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ എബ്രായ സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം കൽപ്പിക്കുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ അവരെ അധസ്ഥിത വർഗമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാലത്ത് ദീർഘകാലത്തെ ചരിത്രം പറയുന്നതിനോടൊപ്പം സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അപ്പോ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് സമുന്നതമായ ഒരു ദർശനം എബ്രായ സമുദായത്തില് ഒരു കാലത്തും പരിപൂർണമായിട്ട് ആ സമത്വത്തെ എബ്രായ സമുദായം നിഷേധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിന്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഒത്തിരി പോരായ്മകൾ അന്നത്തെ സമൂഹത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ എബ്രായ ഗോത്രത്തലവന്മാരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരിടത്ത് സ്ഥിരമായി പാർക്കുന്നവരല്ലായിരുന്നു. അവർ ഇടയന്മാരായിരുന്നു. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോഴും ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് ദേശാന്തരിയായിരുന്ന ഒരു അരാമിനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ദേശാന്തരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നൊമാഡിക് പീപ്പിൾസ് ആയിരുന്നു. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ അവര് യാത്ര ചെയ്തുകൊണ്ട് പലയിടത്ത് കൂടാരങ്ങൾ കെട്ടിയടിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഗോത്ര ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആടുകളെ പോലെ സ്ത്രീ ആദ്യം പിതാവിന്റെയും പിന്നീട് ഭർത്താവിന്റെയും വസ്തു എന്ന രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു വ്യക്തി എന്ന നിലയിലല്ല, ആദ്യം പിതാവിന്റെ പിന്നീട് ഭർത്താവിന്റെ, അവർക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു വസ്തു എന്ന നിലയിലാണ് ഇവിടെ മൂല്യം കിട്ടപ്പെടുന്നത്. പിന്നെ ഹലോ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഇപ്പം കേൾക്കാം. കേൾക്കാവോ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സമുദായത്തിന്റെ സംസ്കാരത്തെ വിലയിരുത്താൻ ആ സമുദായം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം എന്തെന്ന് പഴയ നിയമത്തിലെ എബ്രായ സമുദായത്തെ ഇതിന്റെ വെളിച്ചത്തിൽ വിലയിരുത്താൻ പ്രയാസമാണ്. കാരണം ഒരുപാട് ദീർഘകാല ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ കാലകാലങ്ങളില് സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധ രീതികളിൽ ഉണ്ടാകുന്ന മനോഭാവങ്ങളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മാറ്റം വന്നിരിക്കുന്ന സമയത്ത് സ്ത്രീകളോടുള്ള സമീപന രീതികളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ചിട്ട് എബ്രായ സമുദായത്തിന് സമുന്നതമായിട്ടുള്ള ഒരു ദർശനം പൂർണ്ണമായിട്ടും നിഷേധിച്ചിട്ടില്ല. അതൊരു സമത്വം ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായും അത് അംഗീകരിച്ചിരുന്ന ഒരു സമുദായം അല്ലായിരുന്നു എബ്രായ സമുദായം. അപ്പോ ഇന്നത്തെ സ്ത്രീ സമത്വത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അത്ര പോരായ്മകൾ എബ്രായ സമുദായത്തില് വളരെയധികം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ എബ്രായ ഗോത്ര തലവന്മാരുടെ ജീവിത രീതി എന്ന് പറയുന്നത്
ഒരു ഹലോ കേൾക്കുന്നില്ലയോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല, എക്കോയോ. ഒന്നും കേൾക്കുന്നില്ല. പോയോ? ഒന്നും കേൾക്കുന്നുണ്ട്, തിരിയുന്നുമില്ല, എക്കോയും ഉണ്ട്. അവിടെ വല്ലതും ഇതായിട്ടുണ്ടോ? പിന്നെന്താണോ എക്കോ എന്ന് പറയുന്നത്? ഹലോ ഹലോ അത് കേൾക്കാം. ഹലോ വെക്കുന്ന കേൾക്കാം, അല്ലാതെ തുടങ്ങുമ്പോ കേൾക്കത്തില്ല, വ്യക്തമല്ല. ക്യാമറ ഓണാ. ഇപ്പൊ ഓഫാക്കി. ഹലോ കേൾക്കാവോ? ഹലോ, കേക്കാം കേക്കാം, കണ്ടിന്യൂ ചെയ്തോ. അയ്യോ, എന്തോ ഭയങ്കര സൗണ്ട്, എന്തോ സൗണ്ട് ഒക്കെ അല്ല. അല്ല കേൾക്കാവോ? ഹലോ കേൾക്കാം ഹലോ കേൾക്കാം. എബ്രായുടെ ഹലോ ഹലോ, കേൾക്കാവോ? ആ തുടക്കം കേട്ടു, പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് കേട്ടു, പിന്നെ കേൾക്കാൻ വയ്യ. സ്റ്റാർട്ടിങ് ഉണ്ട്, പിന്നെ കേൾക്കാൻ വയ്യ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എബ്രായരുടെ ഗോത്ര തലവന്മാര് ഒരിടത്ത് സ്ഥിരമായി പാർക്കാതെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇടയന്മാരായിരുന്നു. അവരുടെ ഗോത്ര ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ആടുമാടുകളെ പോലെ സ്ത്രീയും ആദ്യം പിതാവിന്റെയും പിന്നീട് ഭർത്താവിന്റെയും എന്ന രീതിയിലാണ് വീക്ഷിക്കപ്പെട്ടിരുന്നത്. കേട്ടോ? ഹലോ ഇല്ല, പോയി. കേൾക്കാൻ സോഫി കൊച്ചമ്മ കേൾക്കുന്നുണ്ടോ? ഹലോ 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 കേൾക്കാം കേൾക്കാം. ഇടയ്ക്ക് ചിലപ്പോ ഇങ്ങനെ വലിയുന്നുണ്ടെന്നേ ഉള്ളു, അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. പിന്നെ നമുക്ക് അവസാനം വരാം, ഒന്നുകൂടെ എന്താ മനസ്സിലാക്കണമെങ്കിൽ. അപ്പോ ഒരു വ്യക്തി എന്ന നിലയിലല്ല, ലൈംഗിക വസ്തു എന്ന നിലയിലാണ് സ്ത്രീയുടെ മൂല്യം തിട്ടപ്പെടുത്തിയിരുന്നത്. അപ്പോ കുടുംബത്തിന്റെ പിന്തുടർച്ച നിലനിർത്താനുള്ള ഉപാധി എന്ന നിലയിലും എന്താ ഈ സ്ത്രീകളെ വീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഒരാള് കുട്ടികളില്ലാതെ മരിച്ചാല് ഈ മരിക്കുന്ന ആളുടെ ഭാര്യ അയാളുടെ സഹോദരന്റെ ഭാര്യയായി ഇരിക്കുന്ന ഒരു നിയമാവലി എബ്രായരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോ സ്ത്രീയുടെ സ്ഥാനം അവിടെ ഒരു ലൈംഗിക വസ്തു എന്നതിന്റെ പ്രകടമായിട്ടുള്ള തെളിവായിരുന്നു. അതായത് അവരുടെ കുടുംബം നിലനിർത്താനായിട്ടുള്ള ഒരു ലൈംഗിക വസ്തു. അപ്പോ ഒരാള് കല്യാണം കഴിച്ചാൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, കുട്ടികളില്ലാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ സഹോദരന്റെ ഭാര്യയായിട്ട് ആ സ്ത്രീ ഇരിക്കണം എന്നൊരു നിയമാവലി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ആവർത്തന പുസ്തകം 25-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. പിന്നെ സ്ത്രീയെ ഒരു വസ്തുവായിട്ട് പരിഗണിച്ചതിന്റെ റിസൾട്ടാണ് ബഹുഭാര്യാത്വം. അതായത് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സാറാക്ക് കുട്ടികളില്ലാതിരുന്നപ്പോ എന്താ ചെയ്തത്? ഹാഗാറിനെ, അബ്രഹാമിന്റെ വെപ്പാട്ടിയായ ഹാഗാറിനെ ആ കുറവ് നികത്താനായിട്ട് നിയോഗിക്കപ്പെട്ടു. അപ്പോ അതുപോലെ യാക്കോബ് 2 സഹോദരിമാരെ ഒരേ സമയം 2 പേരെ ഭാര്യമാരാക്കി. പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ദാവീദിന്റെ വംശാവലി എടുക്കുമ്പോൾ ദാവീദിന് 8 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ യെരുശലേം വിട്ട് പലായനം ചെയ്യുമ്പോൾ 10 വെപ്പാട്ടിമാരെ വിട്ടേച്ചു പോയതായിട്ടും ചരിത്രം പറയുന്നുണ്ട്. അപ്പോ ബഹുഭാര്യത്വത്തിൽ ഏറ്റവും കുപ്രസിദ്ധി നേടിയ ആളാണ് നമ്മൾ പറയുന്ന ജ്ഞാനമുള്ള ശലോമോൻ.
അദ്ദേഹത്തിന് 700 ഭാര്യമാരും 300 വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അത് 1 രാജാക്കന്മാർ 11-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോ ഒരു ലൈംഗിക വസ്തുവായിട്ട് പരിഗണിച്ചതിന്റെ ഫലമായിട്ട് ബഹുഭാര്യത്വം നിലവിൽ വന്നു. പിന്നെ എബ്രായ സമുദായത്തിൽ ബാൽ എന്ന വാക്കിന് അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. ബാൽ എന്ന വാക്കിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. അപ്പൊ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന നിലയിലാണ് പുറംജാതി ദേവനായ ബാൽ അറിയപ്പെട്ടിരുന്നത്. പഴയ നിയമത്തില് ഒരു കുടുംബത്തിന്റെ നായകനായ പുരുഷനെയും ബാൽ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുക പതിവാണ്. അപ്പൊ കുടുംബത്തലവന് ഒരു ഏകാധിപതിയുടെ സ്ഥാനമാണ് എബ്രായരുടെ ഇടയിൽ ഉണ്ടത്. അപ്പോ അവര് ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുരുഷന്റെ വകയായ സ്ത്രീ എന്നാണ് അവര് ഭാര്യയ്ക്ക് കൊടുത്തിരുന്ന അർത്ഥം. അപ്പോ സ്ത്രീ അപ്പന്റെ അഥവാ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. അപ്പന്റെ അഥവാ ഭർത്താവിന്റെ സ്വകാര്യ സ്വത്തായിട്ട് സ്ത്രീ പരിഗണിക്കപ്പെടുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ അത് ചെയ്യാം. ആ സ്ത്രീയെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിലും ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം ഭർത്താവിനും ഉണ്ടായിരുന്നു. ഒരു മകൾ എന്ന നിലയിലുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും പിതാവിനും ഉണ്ടായിരുന്നു. അപ്പൊ വസ്തുക്കളുടെ ക്രയവിക്രയം പോലെ, ഒരു വസ്തുവിനെ വിൽക്കുന്നത് പോലെ ആയിരുന്നു സ്ത്രീകളെയും വിറ്റിരുന്നത്. അത് പുറപ്പാടില് 21-7 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ കടം വീട്ടുന്നതിന് മകളെ വിൽക്കാനുള്ള അധികാരം ആർക്കുണ്ടായിരുന്നു? എബ്രായ നിയമാവലിയില് പിതാവിനുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നെഹമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും. പിന്നെ യിഫ്താഹ് മകളെ ബലി കഴിക്കുന്ന സംഭവം, അത് പിതാവിന് പുത്രിയുടെ മേല് ഉണ്ടായിരുന്ന ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 39-ാം വാക്യത്തില് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോത്ത് തന്റെ പെൺമക്കളെ സോദോമ്യരുടെ കാമശമനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് തന്റെ അതിഥികളെ സംരക്ഷണം ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾക്കറിയാം. സോദോമിലെ വെച്ച് ലോത്തിന് വരുമ്പോ തന്റെ കന്യകമാരായിട്ടുള്ള പെൺമക്കളെ വിട്ടുകൊടുക്കുകയാണ് അവരുടെ കാമശമനത്തിന് വേണ്ടിയിട്ട്. അപ്പോ അവിടെയും സ്ത്രീകളെ ഒരു ക്രയവിക്രയത്തിന്റെ നിലവാരത്തിൽ, ഒരു വസ്തുവിന്റെ നിലവാരത്തിൽ ഭർത്താവിനും പിതാവിനും ഒരു പെണ്ണിനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന നിലവാരത്തിലാണ് അവിടെയും സ്ത്രീയെ കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകളിൽ നടക്കുമ്പോൾ സ്ത്രീക്ക് തീരുമാനം കൈക്കൊള്ളാൻ യാതൊരു അവകാശവും. അപ്പോ ഒരു മകനോ ഒരു മകൾ എടുക്കുന്ന നേർച്ച അതിനെ ദുർബലപ്പെടുത്താനായിട്ട് ഭർത്താവിനും സാധിക്കുമായിരുന്നു, പിതാവിനും സാധിക്കുമായിരുന്നു. അത് പുസ്തകത്തില് 30-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിന്റെ കാര്യം. പിന്നെ ഇതെല്ലാം പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീയുടെ മേലുള്ള പുരുഷന്റെ ഉടമസ്ഥ അവകാശത്തെ ദൃഢീകരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോ തൻ്റെതായ താല്പര്യങ്ങൾ പുരുഷന്റെ ഇംഗീതത്തിനനുസരണമായി ബലി കഴിക്കാൻ സ്ത്രീ എന്നും ബാധ്യസ്ഥയായിരുന്നു. അതായത് തന്റെ വ്യക്തിത്വത്തെ മാനിക്കാതെ, തന്റെ വ്യക്തിത്വത്തെ കടപ്പെടുത്തിക്കൊണ്ട് പുരുഷൻ എന്തു പറയുന്നോ അതിനെ മാനിക്കുകയാണ് സ്ത്രീയുടെ വില അന്ന് എബ്രായ സമുദായത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 10 കൽപ്പനകൾ എടുക്കുകയാണെങ്കിൽ ഭാര്യയെ പറ്റി പ്രതിപാദിക്കുന്നിടത്ത് അടിമകളുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒപ്പമാണ്. അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യം. അതേ നിയമം തന്നെ ആവർത്തന പുസ്തകത്തിന്റെ 5:21 ആവർത്തിക്കുമ്പോൾ ഈ കാര്യം, ഭാര്യയുടെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോ നിയമദൃഷ്ടിയിൽ സ്ത്രീയുടെ മൂല്യം പുരുഷന്റെ പകുതിയായിട്ടാണ് നിർണയിച്ചിരിക്കുന്നത്. കാരണം സ്വത്തിനൊന്നും സ്ത്രീക്ക് അധികാരം കൊടുത്തിരുന്നില്ല. പിന്നെ പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഇരട്ടി കാലം അശുദ്ധയായി കരുതപ്പെട്ടിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ലേവ്യ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കണം. പെൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഇരട്ടി കാലം അശുദ്ധയായി കരുതപ്പെട്ടിരുന്നു. പിന്നെ വിവാഹമോചനത്തിനുള്ള അവകാശം പുരുഷന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. വിവാഹമോചനം നടക്കണമെങ്കിൽ സ്ത്രീ അവിടെ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും
വിവാഹമോചനം നടക്കണമെങ്കിൽ അത് പുരുഷൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ വിവാഹമോചനം നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ വിവാഹമോചനം എന്ന ആശയം തന്നെ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ടുള്ള അവരുടെ ഒരു ലൈസൻസ് ആയിരുന്നു. അത് ആവർത്തന പുസ്തകം 24-ാം അധ്യായം നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയാണ് അവിടെ പിന്തുടർന്നു പോകുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ലേവ്യ പുസ്തകത്തിൽ വളരെയധികം ചട്ടങ്ങളും പ്രമാണങ്ങളും പറയുന്നുണ്ട്. അതില് സ്ത്രീകളുടെ ഋതുകാലത്തെ സംബന്ധിക്കുന്ന കർക്കശമായിട്ടുള്ള ചട്ടങ്ങൾ നിലവിലിരുന്നു. അത് നമുക്ക് ലോജിക്കൽ പ്രോസസ്സാ അല്ലെ. മെൻസ്ട്രുവേഷൻ പീരീഡ് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ കർമ്മത്തിൽ തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാ. അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഒരു വിസർജ്യം, ആ വിസർജന ക്രമീകരണമാണ് അത്. അതിന് അങ്ങനെയല്ല അന്നത്തെ പുരുഷന്മാര്, അന്നത്തെ സമുദായം കണ്ടത്. എന്താ, അത് ഒരു ധാർമ്മികപരമായിട്ടുള്ള അശുദ്ധി ആയിട്ടാണ് അവർ കണ്ടത്. അത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തുവാ? ഹലോ ഹലോ, ആരും കേൾക്കുന്നില്ലയോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. എല്ലാരും മ്യൂട്ട് കേൾക്കുന്നു? മാറ്റിയാ മതി. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല, അതുകൊണ്ടാ കേൾക്കുന്നില്ല. ഒന്നുകൂടെ വീട്ടിലിട്ടോ ഞാൻ മ്യൂട്ടാക്കിട്ടോ, അല്ലെ ചിലപ്പോ ഡിസ്റ്റർബൻസ് വരും. ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്താ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു. ഇപ്പൊ ഏത് കാര്യം പറയണ്ടൂടെ? ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്താന്ന് വെച്ചാല് സ്ത്രീകളുടെ ഋതുകാലം, നമ്മുടെ മെനിസ്ട്രേഷൻ പീരിയഡ്സ്, അത് അന്നത്തെ സമുദായം കണ്ടിരുന്നത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അശുദ്ധി ആയിട്ടാണ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, യോജിക്കുന്നില്ല. ആ, എന്തുകൊണ്ടാ യോജിക്കാത്തത്? അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ഉള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടി വ്യവസ്ഥയിൽ കാര്യ, അതായത് സന്താന പുഷ്ടിയുള്ളവരായിട്ട് നിങ്ങൾ വംശവർധന നടത്തട്ടെ, വംശവർധനയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യത്തെ ധാർമ്മിക അശുദ്ധിയായിട്ട് അന്നത്തെ ജനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളോട് കാട്ടുന്ന ഏറ്റവും വലിയ അവഗണനയായിരുന്നു, അല്ലേ? അതെ. അതെ. അപ്പൊ അന്നത്തെ സമുദായത്തിന്റെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിസർജന ക്രമീകരണത്തെ ധാർമ്മിക വീഴ്ചയായിട്ട് ചിത്രീകരിക്കുന്നത് സ്ത്രീത്വത്തിനു മേലുള്ള യഹൂദ സമുദായത്തിന്റെ കെട്ടിയേൽപ്പെട്ട അപമാനഭാരമാണ്. പിന്നെ സ്ത്രീകളെ ക്രയവിക്രയ സാധനങ്ങളെ പോലെ കരുതപ്പെട്ടിരുന്ന സാഹചര്യത്തിലും ഭാര്യ മാതാവ് എന്ന നിലകളിൽ മാന്യമായ സ്ഥാനം ഉണ്ടായിരുന്നു. അതായത് അവരുടെ ന്യായപ്രമാണത്തില് മാതാവിനെ ബഹുമാനിക്കാതിരുന്നാല് അവർക്ക് വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നു. അത് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ കുടുംബത്തിന്റെ പലവിധ ചുമതലകളും ബഹുവിധമായിട്ടുള്ള നിയന്ത്രണ ചുമതലകള് മാതാവില് നിക്ഷിപ്തമായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 29-ാം അധ്യായം ഇതിലൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ കാണാം. പിന്നെ ക്രയവിക്രയ നിലവാരത്തെ അതിജീവിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ സ്നേഹത്തിന്റെ അനശ്വരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇണകളായിട്ട് ഇസഹാക്കിനെയും റബേക്കയും കാണാം. അതുപോലെ യാക്കോബും റാഹേലും. ഇവരുടെ ആ ജീവിതം മറ്റെല്ലാ അന്ന് നിലനിന്നിരുന്ന ആചാരങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് അവരുടെ ഈ രണ്ട് ജോഡികളുടെയും ജീവിത ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചെങ്കിലും ആളുകൾ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് പഴയ നിയമത്തില് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. എബ്രായ സമുദായത്തില് ഒരു വസ്തു എന്ന നിലയിലാണ് ആരെ കണ്ടിരുന്നത്? സ്ത്രീയെ കണ്ടിരുന്നത്. അതായത് പിതാവിനും ഭർത്താവിനും
ക്രയവിക്രയം ചെയ്യാനുള്ള ഒരു വസ്തു എന്ന നിലയിലും ഒരു ലൈംഗിക വസ്തു എന്ന നിലയിലും കണ്ടിരുന്നു. കാരണം ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്തൃ സഹോദരന്റെ ഭാര്യയായിട്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു മെഷീനായിട്ട് ആ സ്ത്രീ അവിടെ ഉണ്ടായിരിക്കണമെന്ന് അന്ന് കണ്ടിരുന്നു. അതുപോലെ തന്നെ സ്ത്രീയെ വസ്തുവായിട്ട് പരിഗണിച്ചതിൽ പലയിടത്തും ഒരേ സമയം യാക്കോബ് സഹോദരിമാരെ ഒരേ സമയം ബഹുഭാര്യത്വം വസ്തുവായിട്ട് പരിഗണിച്ചതിന്റെ ഫലമായിട്ടാണ് ബഹുഭാര്യത്വം നിലനിന്നിരുന്നത്. പക്ഷെ സൃഷ്ടി വ്യവസ്ഥിതിയില് ബഹുഭാര്യത്വം ദൈവം അംഗീകരിക്കുന്നില്ല. സൃഷ്ടി വ്യവസ്ഥിതിയില് ബഹുഭാര്യത്വം ദൈവം അംഗീകരിച്ചിട്ടേ ഇല്ല. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നിലധികം സ്ത്രീകളെ ദൈവം സൃഷ്ടിക്കണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അപ്പോ ഈ ബഹുഭാര്യത്വം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ മനുഷ്യ സമുദായം ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ മകളാണെങ്കിൽ ആ മകളെ എന്തു ചെയ്യാനുമായിട്ടുള്ള അധികാരം അന്നത്തെ എബ്രായ സമുദായത്തിലെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് മകളെ വിൽക്കാം, അതുപോലെ ബലി കഴിക്കാനായിട്ട് മകളെ തെരഞ്ഞെടുക്കാം. അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിലും പുറപ്പാടിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ മതപരമായ ചടങ്ങുകളിൽ വിലക്കുകൾ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക്. കാരണം അവരൊരു നേർച്ച എടുത്തു കഴിഞ്ഞാൽ ആ നേർച്ചയെ അനുകൂലിക്കാതെ അതിനെ ഇല്ലാതെയാക്കാൻ, അതായത് തന്റേതായ തീരുമാനം കൈക്കൊള്ളാൻ സ്ത്രീക്ക് സാധിച്ചിരുന്നില്ല. നേർച്ച എടുക്കുമ്പോൾ അതിനെ ആ നേർച്ചയെ പിന്നെ അപ്പോ സ്ത്രീ അവിടെ എപ്പോഴും പിന്നെ 10 കൽപ്പനകളിലും ഭാര്യമാരെ പറ്റി പറയുന്നത് അടിമകളുടെയും വളർത്തുമൃഗങ്ങളുടെയും സ്ഥാനത്തായിരുന്നു. അതുപോലെ നിയമദൃഷ്ടിയില് സ്ത്രീയുടെ മൂലം പുരുഷന്റെ നിന്ന് പകുതിയായിരുന്നു. അപ്പൊ ഒരു വീട്ടില് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തില് പകുതി പോലും സ്ത്രീക്ക് അർഹയല്ലായിരുന്നു അന്ന്. മുഴുവൻ ഭാഗം പുരുഷനാണ്. മൂല്യങ്ങൾ പോലും, അതായത് പകുതിയായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് സ്ത്രീകളുടെ ഋതുകാലത്തെ കുറിച്ച് സംബന്ധിക്കുന്ന കാര്യം പറയുന്നത്. ഹലോ, കേൾക്കുന്നില്ല. പിന്നെ ഭാര്യ മാതാവ് എന്ന നിലകളില് വളരെയധികം മാന്യമായിട്ടുള്ള സ്ഥാനം ആർക്ക് കൊടുത്തിരുന്നു? സ്ത്രീകൾക്ക് എബ്രായ സമുദായം കൊടുത്തിരുന്നു. അപ്പൊ മാതാവിനെ ബഹുമാനിക്കാതിരിക്കുന്നത് ശിക്ഷാർഹമാണ്. അത് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ കുടുംബത്തിന്റെ ചുമതലകള്, നിയന്ത്രണ ചുമതലകളെല്ലാം മാതാവില് നിക്ഷിപ്തമായിരുന്നു. പിന്നെ അതിജീവിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ സ്നേഹത്തിന് അനശ്വരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇണകളായി ഇസഹാക്കും റബേക്ക, യാക്കോബ്, റാഹേൽ ഇതുപോലെയുള്ള പഴയ നിയമത്തിൽ കാണാം. പിന്നെ തങ്ങളുടെ വ്യക്തി വൈഭവം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും നേതൃസ്ഥാനത്തേക്ക് വന്ന ഒരുപാട് വനിതകളുടെ ചരിത്രം എന്തിലുണ്ട്? പഴയ നിയമത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതില് ആരൊക്കെയാണ്? മിരിയാമുണ്ട്, ദബേരയുണ്ട്, ബത്ശേബയുണ്ട്, ഇസബേലുണ്ട്, പിന്നെ ഹുൽദ പ്രവാചകിയുണ്ട്. അങ്ങനെ ഇപ്പൊ ദബോരയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ന്യായം പാലിക്കുന്നതിലും ഈ ദബോര എന്ന പ്രവാചിക വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രവാചക ശുശ്രൂഷയോടൊപ്പം ന്യായപാലന നിർവഹണത്തിൽ ദബോര മിടിക്കുകയായിരുന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദബോര എന്ന് പറഞ്ഞ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ കനാന്യ രാജാവിന്റെ എതിരെ രാജാവിന്റെ മേല് വിജയം വരിച്ചു വരുന്ന ബാരാക്കിനെ എങ്ങനെ വിജയം ആ കനാന്യ രാജാവിന്റെ മേല് നേടണമെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞിരുന്നു? ദബോരയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പോ ദബോര എന്ന സ്ത്രീ അവിടെ പ്രവാചക ശുശ്രൂഷയോടൊപ്പം ന്യായപാലനം നിർവഹിക്കാനും ന്യായപാലനം കാണിക്കാനും
ശരിയായി. ഒരു മിനിറ്റ്. ഇതിനകത്ത് വൈറസ് ഉണ്ട്. ഹലോ, ഹലോ, കേക്കാം. വീഡിയോ കാണത്തില്ല. മോളെ വീഡിയോ ഓഫ് ആണോ അത്? ഓക്കെ, ബുക്ക് വീഡിയോ ഓൺ ആണോ? അതെ, ക്ലിയർ ആയിപ്പോ. ക്ലിയർ ആയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പോൾ പിന്നെ ദെബോരയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവാചക ശുശ്രൂഷയോടൊപ്പം ന്യായപാലനം നിർവഹിച്ചിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നേതൃസ്ഥാനം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നീതിന്യായം പാലിച്ചതോടൊപ്പം രാജ്യത്തിലെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാനും വിലപ്പെട്ട സംഭാവനകൾ നൽകി രാജ്യത്തെ ആത്മീയ ഉണർവിലേക്ക് കൊണ്ടുവരുവാനും ദെബോരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 വർഷം, ദീർഘമായിട്ടുള്ള 40 വർഷം ദെബോറ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു എന്ന് നമ്മൾ പഠിക്കുന്നു. അതുപോലെ കനാന രാജാവിന്റെ മേൽ വിജയം വരിച്ച ഇതിനെ ആഘോഷിക്കുന്ന ഒരു ഗീതമുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തില്. അതില് ദെബോരയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ദെബോര എന്ന ഞാൻ എഴുന്നേൽക്കും വരെ ഇസ്രായേലിൽ ഒരു നേതാവില്ലായിരുന്നു എന്ന് അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഗീതം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ മോശയുടെ കുറിച്ചിട്ട്, മോശയുടെ ജനനവും പിന്നീടുള്ള ഇസ്രായേലിന്റെ വിമോചകനായിട്ട് മോശ വരുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെയധികം സ്ഥാനം സ്ത്രീകൾ വഹിച്ചിട്ടുണ്ട്. ഒന്നാമത് ആ പങ്ക് വളരെയധികം എടുത്തു പറയേണ്ട പങ്ക് തന്നെയാണ്. അതായത് ഫറവോൻ ഇസ്രായേലരെ കഠിനമായിട്ട് പീഡിപ്പിക്കുകയും ഊഴിയ വിചാരകന്മാരെ കൊണ്ട് വളരെയധികം പീഡിപ്പിക്കുകയും മർദ്ദന ചെയ്യുകയും ഇസ്രായേലരെ വളരെയധികം പീഡിപ്പിക്കുന്ന സമയത്താണ് അവരുടെ മർദ്ദന മുറകളിലെല്ലാം ചെയ്തിട്ടും ഇവര് വംശവർധന ഇങ്ങനെ നടന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരെ ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണമെന്ന അവസാന പടി അവരുടെ മിസ്രൈമ്യരെടുക്കുന്നത്. ആ സമയത്ത് എന്താ, ഈ മോശ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ മോശക്കുഞ്ഞിനെ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാനായിട്ട് മറുതലിപ്പൻ, രാജകൽപ്പനയെ മറുതലിപ്പൻ, ഇതിനു വേണ്ടിയിട്ട് സൂതികർമ്മിണികളുടെ സഹായമാണ് ഫറവോൻ തേടുന്നത്. അപ്പോൾ ഫറവോന്റെ കയ്യിൽ നിന്ന് ഈ മോശക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോശയുടെ മാതാവ് തീരുമാനിക്കുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു നടപടിയാത് അല്ലേ? എങ്ങാനും ഫറവോൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തല പോകും. പക്ഷെ ആ സ്ത്രീ അന്ന് വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെ ഈ അപകടത്തിൽ ചെന്ന് ചാടാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അവിടെ പിതാവ് അതിനെ അനുകൂലിച്ചതായിട്ടോ പ്രതികൂലിച്ചതായിട്ടോ ഒന്നും എടുത്തു പറയുന്നില്ല. അവിടെ മോശയുടെ മാതാവിന്റെ ആ ധൈര്യത്തെയാണ് അവിടെ എടുത്തു പറയുന്നത്. പിന്നെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഈ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ശിശുവിനെ നദിയിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുവയ്ക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാങ്ങണ കൊണ്ട് പെട്ടകം ഉണ്ടാക്കി. മാത്രമല്ല ആ പെട്ടകം കൊണ്ടുവന്ന് നദിയിൽ ഒഴുക്കി കൊടുക്കുന്ന സമയത്ത് തൻ്റെ മകളെ എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് തൻ്റെ മകളെ അവിടെ നിയോഗിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ശിശുവിനെ രക്ഷിക്കുന്നതിൽ വേറൊരാൾക്ക് കൂടി പങ്കുണ്ട്. ആരാ? ഫറവോന്റെ പുത്രി വളരെയധികം പങ്ക് വഹിച്ചു. വളർത്തമ്മയായി ശിശുവിനെ വളർത്തിക്കൊണ്ടുവരാൻ മോശയുടെ അമ്മ വഹിച്ച പങ്ക്, ഇവയെല്ലാം ഈ മോശയുടെ ജീവചരിത്രത്തിലെ, അതായത് ഇസ്രായേലിന്റെ ആദ്യത്തെ വിമോചകനായ മോശയുടെ ജീവചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളാണ്.
അപ്പൊ നമ്മൾ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു എന്ന് നമ്മൾ അത്ര ഗവനിച്ചിട്ടില്ല. അപ്പോ നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ പഴയ നിയമകാലത്ത് സ്ത്രീകൾ അവഗണിക്കപ്പെട്ടിരുന്നപ്പോൾ തന്നെ സ്ത്രീകൾ വളരെയധികം നേതൃത്വ രംഗത്തേക്കും വന്നിട്ടുണ്ട്. അന്നും പ്രബലരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ട് എടുക്കാം. അപ്പോ പ്രത്യേകിച്ച് മോശയുടെ മാതാവ്, ആ മാതാവിന്റെ വാത്സല്യം മാത്രമല്ല അവരുടെ ധൈര്യം എടുത്തു പറയേണ്ടത് തന്നെയാ. പിന്നെ ധൈര്യം മാത്രമല്ല, പ്രായോഗിക ജ്ഞാനം, തീരുമാന ശക്തി എന്നിവയും ഇവിടെ നിർണായകമാണ്. നമ്മളുടെ ഇന്നത്തെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളുടെ പല ജീവിത ഘട്ടങ്ങളിലും നമ്മൾ പ്രായോഗിക ജ്ഞാനവും തീരുമാനം എടുക്കാനായിട്ടുള്ള ശക്തി കുറഞ്ഞവരുമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിലോട്ട് പോകാതെ ബാഹ്യശക്തികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വേദപുസ്തകത്തിലുള്ള നല്ല മാതൃകകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നമ്മൾ അതിലൂടെ ക്രമപ്പെടുത്തുവാൻ കൂടി ശ്രമിക്കണം. പിന്നീടാണ് പ്രവാചികമാരുടെ, പഴയ നിയമ പ്രവാചികമാരുടെ ശുശ്രൂഷയിൽ നാം കാണുന്നത് പ്രധാന സത്യം, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കാൻ സ്ത്രീകൾക്കും അന്ന് അർഹത ലഭിച്ചിരുന്നു. പുരുഷ മേധാവിത്വം പൂർണ്ണമായിട്ട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കാനായിട്ട് സ്ത്രീകൾക്കും അന്ന് സാധിച്ചിരുന്നു. അത് പുരുഷന്മാർക്കായി പ്രത്യേകം സംവരണം ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. അതായത് ആത്മീയ ശുശ്രൂഷകൾ പോലും തങ്ങളുടെ പ്രത്യേക സ്വത്തായിട്ട് പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ദെബോര ദൈവത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ചാണ് ബാരാക്കിനെ കനാന്യ രാജാവിന്റെ സേനാനായകനെതിരായിട്ട് നയിക്കുന്നത്. അതുപോലെ യോശിയാവിന്റെ കാലത്ത് മറഞ്ഞു കിടന്നിരുന്ന ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി അതിലെ സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് കണ്ടെത്താൻ രാജകൽപ്പന ലഭിച്ചപ്പോൾ ആ രാജഭൃത്യന്മാര് ചെല്ലുന്നത് ശല്ലൂമിന്റെ ഭാര്യയായ ഹുൽദ പ്രവാചികയുടെ അടുത്താണ്. അപ്പൊ അവിടെ സമൂഹത്തിൽ ആ സ്ത്രീക്കുണ്ടായിരുന്ന സ്ഥാനമല്ല അവിടെ വന്നത്. ആ പ്രവാചിക അവർക്ക് ദൈവത്തിന്റെ അരുളപ്പാട് വളരെയധികം വിശദമായിട്ട് കൊടുക്കുകയും, അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. അപ്പൊ ഹുൽദ പ്രവാചികയിൽ നിന്ന് ലഭിച്ച ദൈവത്തിന്റെ അരുളപ്പാടിന്റെ വെളിച്ചത്തിലാണ് യോശിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ ഒരു വലിയ ആധ്യാത്മിക നവോത്ഥാനം തന്നെ ഉണ്ടായത്. അത് ഇസ്രായേലിന്റെ ചരിത്രത്തില് ഒഴിച്ചുകൂടാൻ എടുത്തു പറയത്തക്ക ഒന്നാണ് യോശിയാവിന്റെ കാലത്തിലുണ്ടായ ആധ്യാത്മിക നവോത്ഥാനം. ഇത് ഒരുപാട് അന്നത്തെ കാലത്തെ ഒരുപാട് ജീവിതങ്ങളെ സ്പർശിച്ചു. രാജ്യത്തിന്റെ തന്നെ ദേശീയ ഭാവത്തെ വരേക്കും സ്വാധീനിക്കാനായിട്ട് ഈ ഹുൽദ പ്രവാചകി മൂലം കഴിഞ്ഞു. അപ്പൊ അവിടെയും ദൈവം സ്ത്രീകളെ തന്റെ ശുശ്രൂഷാ രംഗത്തേക്ക് അന്നും കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിരുന്നു, കൊണ്ടുവന്നിരുന്നു. മനുഷ്യൻ മാറ്റി നിർത്തപ്പെട്ട പലരെയും ദൈവം എടുത്തുപയോഗിച്ചതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് അതുള്ളത്. അപ്പോ അത് ഹുൽദ പ്രവാചിക്ക് അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനത്തിനെ അല്ല അവിടെ പ്രാധാന്യം കൽപ്പിച്ചത്, ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള അവരുടെ കഴിവിനെയാണ് അവിടെ അംഗീകരിച്ചത്. അപ്പൊ ആ കഴിവാണ് ആത്മീയ ദർശനത്തില് വില കൽപ്പിക്കപ്പെട്ടത്. അപ്പോ ഈ പഴയ നിയമത്തില് ഒരു വശത്ത് സ്ത്രീകളെ അവഗണിക്കപ്പെടുമ്പോൾ തന്നെയും മറുവശത്ത് തങ്ങളുടെ സ്വയ പരിശ്രമം കൊണ്ടും ദൈവത്തിന്റെ പ്രത്യേക അരുളപ്പാടുണ്ടായിട്ടുള്ള സ്ത്രീകൾ രംഗത്തോട്ട് കടന്നു വന്ന് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നവോത്ഥാനത്തിലേക്കും ദൈവികതയിലേക്കും നയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ യഹൂദന്മാരുടെ തൽമൂദില് സാറായി, ഹന്ന, അബീഗയില്, എസ്തേർ എന്നിവരെയൊക്കെ പ്രവാചികമാരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവിക ദർശനം ലഭിക്കുവാനായിട്ടുള്ള അനുഗ്രഹം സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ആദ്യമായിട്ട് ബൈബിളിൽ ദൈവിക ദർശനം ലഭിച്ചിട്ടുള്ള സ്ത്രീ ആരായിട്ടാണ് കാണപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാനൊക്കോ? ആദ്യമായിട്ട്
ദൈവിക ദർശനം ലഭിച്ച ഒരു സ്ത്രീ? ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടല്ലോ. സാറയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, ഹാഗാറിനുണ്ടായിട്ടുണ്ട് ഇല്ലേ? ഹാഗാർ സാറായാൽ ഉപേക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലായിരിക്കുമ്പോ ആ ഹാഗാറിന്റെ കണ്ണീര് കണ്ട ദൈവം. അപ്പൊ ഹാഗാർ ഉണ്ടായിട്ടുണ്ട്, സാറായ ഉണ്ടായിട്ടുണ്ട്, സാറായ്ക്കും ദൈവിക ദർശനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹയ്ക്കും ഭാര്യയ്ക്കും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് മനോഹയ്ക്കും ഭാര്യയ്ക്കും. പിന്നെ നാസിർ വ്രതം അന്നത്തെ എബ്രായ സമുദായത്തില് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ആ വ്രതം കൈക്കൊള്ളാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് സംഖ്യാപുസ്തകത്തില് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കല് സേവ ചെയ്യാനായിട്ട് സ്ത്രീകളെ കുറിച്ചിട്ട് പരാമർശമുണ്ട്. പുറപ്പാട് പുസ്തകത്തിലും ശമൂവേലിന്റെ പുസ്തകത്തിലും കാണുന്നുണ്ട് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കല് സേവ ചെയ്തു വന്ന സ്ത്രീകളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ മോശയുടെ ന്യായപ്രമാണം അനുശാസിക്കുന്ന പെസഹ, പെന്തക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ എന്ന് 3 പ്രധാന പെരുന്നാൾ ദിവസങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ ആര് പങ്കെടുത്തിരുന്നു? സ്ത്രീകളും പങ്കെടുത്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ യെരുശലേം ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നടത്തുമ്പോൾ അവിടെ അവരുടെ ആ ദേവാലയത്തിന്റെ മുൻപിലും ആ ഘോഷയാത്രയ്ക്ക് മുമ്പിലും തപ്പെടുത്തുകൊണ്ട് നൃത്തം വായിക്കാനും വീണ മീട്ടാനും ഒക്കെ സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അവഗണിക്കപ്പെടുമ്പോൾ തന്നെ മറുപക്ഷത്ത് അവരെ സ്വീകരിക്കുന്ന ഒരു നിലപാടും എബ്രായ സമുദായത്തിൽ ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റ് മതങ്ങളിൽ അന്ന് നിലനിന്നിരുന്ന മറ്റ് സമുദായത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നോക്കുമ്പോൾ എബ്രായ സമുദായം കുറച്ചൊക്കെ മാന്യത സ്ത്രീകൾക്ക് കൊടുത്തിരുന്നു. അതുപോലെ നമ്മൾ കലകളിലെ സ്ത്രീകൾ പ്രാവീണ്യം നേടിയിട്ടുള്ള സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഉത്തമഗീതം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തമഗീതത്തിൽ വളരെയധികം നല്ല രീതിയിലാണ് സ്ത്രീയുടെ കുറിച്ചിട്ട് പറയുന്നത്. കവിതാഭാഗങ്ങളായിട്ട് എടുത്തിരിക്കുന്നതാണ് ഉത്തമഗീതം പറയുന്നത്. അവിടെ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള പ്രണയഗീതങ്ങളിൽ കച്ചവട ബന്ധത്തിലെ സമീപന രീതിയെ അതിജീവിക്കുന്ന യഥാർത്ഥ സ്നേഹബന്ധത്തെ ആണ് അവിടെ കാണിക്കുന്നത്. അതിലൂടെ ബഹുഭാര്യാത്വത്തെ അവഗണിക്കുന്നതായിട്ടും ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തമഗീതം എന്ന പുസ്തകം കാനോനികമായിട്ട് അംഗീകരിക്കാൻ ഒരുപാട് നാള് എടുത്തതിന് ശേഷമാണ് കാനോനികമായിട്ടുള്ള ഒരു അംഗീകാരം ഉത്തമഗീതത്തിന് ലഭിച്ചത്. അത് വളരെയധികം സ്ത്രീ പുരുഷ ബന്ധം പഴയ ഗോത്ര സംവിധാനത്തിന്റെ കേടുപാടുകളെ അതിജീവിച്ച് വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. അപ്പൊ ആ ഉത്തമഗീതത്തിലെ സ്ത്രീകളുടെ ഗുണവിശേഷങ്ങളെ കുറിച്ചിട്ട് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. നിസ്വാർത്ഥമായിട്ടുള്ള സ്ത്രീയുടെ സ്നേഹത്തെ കുറിച്ചിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ എസ്തറിന്റെ പുസ്തകം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവൻ തന്നെ പണയം വെച്ച് തൻ്റെ സമുദായത്തെ രക്ഷിക്കാൻ നോക്കിയ ഒരു സ്ത്രീയാണ് എസ്തറിന്റെ പുസ്തകം പറയുന്നത്. അതുപോലെ അതിജീവനം എങ്ങനെയായിരിക്കണമെന്ന് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ലാസ്റ്റ് മൊമെന്റിൽ, അതായത് ഭർത്താവ് നഷ്ടപ്പെട്ട് ആരും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വിധവയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന പുസ്തകമാണ് രൂത്ത്. ആ രൂത്ത് എങ്ങനെയാണ് രൂത്തിലൂടെ, അതായത് നമ്മൾ രൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ രൂത്ത് യേശുക്രിസ്തുവിന്റെ അമ്മൂമ്മയായിട്ട് പറയാം. ആ പാരമ്പര്യം പറയുമ്പോൾ രൂത്ത് ആ പാരമ്പര്യത്തില് ക്രിസ്തു ജനിക്കാനായിട്ടുള്ള ആ കുടുംബ പാരമ്പര്യത്തില് മോവാബ്യ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് രൂത്ത് വരുന്നുണ്ട്. അവിടെയും രൂത്തിനെ ബഹുമാനിക്കുന്നുണ്ട് അവിടെ. പിന്നെ പ്രവാസകാലത്ത് എഴുതപ്പെട്ട പുരോഹിത രേഖകളില് സ്ത്രീകളുടെ അവകാശത്തെ പറ്റി പിന്നെ നമ്മൾ പറയുന്നുണ്ട്. മകൾക്ക്, അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത് ഏത് ഭാഗമാണെന്ന്, അപ്പന്റെ സ്വത്ത് കൊടുക്കുന്നതിന് മക്കൾക്കും പെൺമക്കൾക്കും കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ അടുത്ത ആഴ്ചയിൽ അത് നോക്കി പറയാതെ ഏതാന്നുള്ളത്. അപ്പൊ എബ്രായരുടെ ഇടയിൽ ഒരു ജനവിഭാഗങ്ങളിൽ തന്നെ ഏകഭാര്യാത്വവും നിലനിന്നിരുന്നു.
ചില ബഹുഭാര്യാത്വമായിരുന്നു അവിടെ നിലനിന്നിരുന്നെങ്കിലും ചിലരെങ്കിലും ഏകഭാര്യാത്വം നിലനിന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ പഴയ നിയമത്തിലെയും പുതിയ നിയമ ഗ്രന്ഥത്തിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ, അതായത് നമ്മൾ ഡാർക്ക് ഏജസ് എന്ന് പറയുന്ന ഇടക്കാല ചരിത്രത്തിൽ പറയുന്നത് പല സ്ത്രീ വിദ്വേഷത്തിൽ നിന്നുള്ളവായ പ്രസ്താവനകളും ഉണ്ട്. എന്നാൽ സ്ത്രീകളോട് സമീപന രീതിയിലുള്ള കാര്യങ്ങളും പഴയ നിയമത്തിൻ്റെ ഈ ഇടക്കാല ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ കുറച്ചു കാലം നമ്മൾ ഡാർക്ക് ഏജസ് എന്നാണ് അതിനെ പറയുന്നത്. ഇരുണ്ട കാലഘട്ടം എന്ന് പറയപ്പെടുന്ന ഒരു 200 വർഷത്തോളം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ട രേഖകളിൽ സ്ത്രീകളെ അനുകൂലിക്കുന്നതായിട്ടും പ്രതികൂലിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതില് സഭാപ്രസംഗിയില് എക്ലിയാസ്റ്റിസില് 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയിൽ നിന്നാണ് പാപത്തിന്റെ ആരംഭം, സ്ത്രീ മുഖാന്തരമാണ് നാം എല്ലാം മരിക്കുന്നത്. അപ്പൊ സ്ത്രീ മുഖാന്തരമല്ല മരിക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകം എഴുതിയ രചയിതാവ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീയിൽ നിന്നാണ് പാപത്തിന്റെ ആരംഭമെന്ന്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി. അപ്പോ സ്ത്രീ മുഖാന്തരമാണ് പാപത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ ഹലോ ആരും കേൾക്കുന്നില്ല അല്ലെ? പിന്നെ ഗോത്രപിതാവിന്റെ മാതൃകയിലെ യഹോവയെ പിതാവ് എന്ന ദൃഷ്ടാന്തത്തിലാണ് വ്യവഹരിക്കുന്നതെങ്കിലും മാതാവിന്റെ പുത്രവാത്സല്യത്തോടെ ദൈവസ്നേഹത്തെ ദൃഷ്ടാന്തീകരിക്കുന്ന ഭാഗങ്ങളും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഞാൻ നിന്നെ മറന്നാലും, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പിന്നെ ചില വേദഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരിക്കലും സ്ത്രീ ഒഴിവാക്കപ്പെട്ട ഒന്ന് ആയിരുന്നില്ല. പഴയ നിയമ കാലഘട്ടത്തില് വളരെ അത്രേ ഉള്ളൂ. പഴയ നിയമ കാലഘട്ടത്തില് വളരെയധികം സ്ത്രീകളുടെ വിഷയങ്ങൾ വളരെയധികം പിന്നോക്ക രീതിയിൽ സ്ത്രീകളോട് ഇടപെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ പല സ്ത്രീകളും തങ്ങളുടെ കഴിവ് കൊണ്ട്, സ്വപ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന് ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഉദ്ധരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മിരിയാമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും മിരിയാം മോശയോടുകൂടി നടന്നു. പക്ഷെ പലപ്പോഴും മിരിയാം അവിടെ അവഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷെ മിരിയാമിനെ ഒരു പ്രവാചികയായിട്ടാണ് പഴയ നിയമം പറയുന്നത്. അത് ദെബോര. ആ സ്ത്രീരത്നങ്ങൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പഴയ നിയമകാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്തെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് അവരെ വസ്തുവായിട്ടാണ് ക്രയവിക്രയം ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് സ്ത്രീയെ കണ്ടിരുന്നത്. അതുപോലെ ബലി കഴിക്കാനായിട്ട്, പിതാവിന് ബലി കഴിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു, വിൽക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നു. ഒരു വളരെയധികം താഴ്ന്ന രീതിയിൽ സ്ത്രീയെ കാണുന്നതിനോടൊപ്പം തന്നെ ചില കാലഘട്ടങ്ങളിൽ അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എബ്രായ സമുദായം പൂർണ്ണമായും സ്ത്രീകളെ തിരസ്കരിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ അവരെ സ്ത്രീകളെ ഒരു പാപവസ്തുവായിട്ട് കണ്ടിരുന്നു. സ്ത്രീ ഒരു അവർക്ക് സമൂഹത്തിൽ വരാൻ സ്ഥാനമില്ല, അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇടപെട്ടുകൊണ്ട് എബ്രായ സമുദായം ഇരുന്നത്. എന്നിരുന്നാൽ തന്നെയും ദൈവവചനപ്രകാരം ദൈവം ഒരിടത്തും സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് തന്നെ വെളിച്ചമാക്കുന്ന വേദഭാഗ സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ ചിന്താഗതിയിൽ, മനുഷ്യന്റെ കാലാകാലങ്ങളിലുള്ള മനുഷ്യരുടെ ചിന്താഗതിയിലും അവരുടെ പ്രവർത്തന രീതികളിലും വന്നു പോയിട്ടുള്ള, അതായത് പാപത്തിന്റെ വീഴ്ചയുടെ ഫലമായി പുരുഷൻ നിന്നെ ഭരിക്കുമെന്ന് ദൈവം
അവിടെ കൽപ്പിച്ചു. അപ്പോ ആ ദൈവത്തിന്റെ ഇഷ്ടമല്ല പുരുഷന്റെ ഭരണം. ദൈവ സൃഷ്ടിയില് പറഞ്ഞിരിക്കുന്നത് സമത്വമാണ്. ദൈവം രണ്ടുപേർക്കും സംയുക്തമായിട്ടുള്ള അധികാരമാണ് കൊടുത്തത്. പക്ഷെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഈ പുരുഷ മേധാവിത്വം വന്നത്. പക്ഷെ വേദപുസ്തകം നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ വായിച്ച് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. എന്താണ്? ഒരിക്കലും ദൈവം സ്ത്രീകളെ രണ്ടാം തിരക്കാരായിട്ട് മാറ്റി നിർത്തിയിട്ടില്ല. ദൈവം എപ്പോഴും സ്ത്രീകൾക്ക് പുരുഷന്റെ ഒപ്പം തന്നെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതാണ് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. നിങ്ങക്ക് മനസ്സിലായോ? ഹലോ 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 മനസ്സിലായോ? കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? മനസ്സിലായി. ഈ നിങ്ങൾ ഞാൻ പറഞ്ഞത് നോട്ട് ഇട്ടേക്കാം. നോട്ട് ഇടുമ്പോ ഇന്ന് പഴയ നിയമത്തില് പറഞ്ഞ കാര്യങ്ങൾ, ആ വേദഭാഗങ്ങൾ കൂടി നിങ്ങൾ വായിച്ചാലേ ശരിക്ക് മനസ്സിലാവുള്ളൂ. എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ വേദഭാഗത്തിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ വേദഭാഗങ്ങൾ കൂടി വായിക്കണം. അതും എടുത്ത് വായിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പോർഷൻസ് തീരില്ല. എനിക്ക് തന്നിരിക്കുന്ന പോർഷൻ, നിങ്ങളെ പഠിപ്പിച്ച് തന്നിരിക്കുന്ന പോർഷൻസ് തീരില്ല. എനിക്കിനി ശുശ്രൂഷയും പഠിപ്പിക്കണം. പുതിയ നിയമത്തില് സ്ത്രീകളുടെ സ്ഥാനം, യേശു സ്ത്രീകളോട് എങ്ങനെയെല്ലാം ഇടപെട്ടു, അതും പറയണം. പിന്നെ സ്ത്രീ സമത്വത്തെ കുറിച്ചും കൂടെ കുറച്ചുകൂടെ പറയണം. സ്ത്രീ സമത്വം എന്നാ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചിട്ട്, ഫെമിനിസം എപ്പോഴാ ഉടലെടുത്തത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്ത്രീ സമത്വവാദം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹലോ ഇല്ല. അപ്പൊ സ്ത്രീ സമത്വവാദം എന്താണെന്ന് കുറച്ചെങ്കിലും ചരിത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിനെ കുറിച്ചിട്ട് 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തിലാണ് ഈ ഫെമിനിസം ഉടലെടുക്കാനായിട്ടുള്ള കാരണം. 3 തരംഗമായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് സ്ത്രീകളുടെ തുല്യ അവകാശവും നിയമപരിരക്ഷയും ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ വ്യവഹാരമാണ് സ്ത്രീവാദം. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ പരിരക്ഷ വേണമെന്നും, അതുപോലെ രാഷ്ട്രീയ രംഗത്തും അവർക്ക് തുല്യ സ്ഥാനം വേണമെന്നും പറഞ്ഞ് കുറെ സ്ത്രീകൾ ഇറങ്ങിയതിന്റെ ഫലമായാണ് സ്ത്രീ സമത്വവാദം ഉടലെടുക്കുന്നത്. ഇതില് ലിംഗഭേദത്തിന്റെ പ്രശ്നങ്ങളിൽ ഊന്നുന്ന നിരവധി പ്രസ്ഥാനങ്ങള് രാഷ്ട്രീയവും സമൂഹ വിജ്ഞാന സംബന്ധവുമായ സിദ്ധാന്തങ്ങളും തത്വചിന്തകളും ഉടലെടുത്തു. അപ്പോൾ അവിടെ സ്ത്രീവാദികളുണ്ടായി. അങ്ങനെ ഫെമിനിസം രൂപപ്പെട്ടു. അപ്പോൾ പ്രധാനമായിട്ടും 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തില്, ആദ്യം ഈ 19-ാം നൂറ്റാണ്ടിന്റെയും 20-ാം നൂറ്റാണ്ടിന്റെയും തുടക്കത്തില് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പൊ 1960-ലാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കപ്പെട്ടത്. അപ്പോൾ അവിടെ അവര് ഉന്നയിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ നിയമപരവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. അത് 1990-കളിൽ ആരംഭിച്ച 3-ാം തരംഗമായിരുന്നു. രണ്ടാം തരംഗം പരാജയപ്പെട്ടു. ഇവരിങ്ങനെ കുറെ പേര് അതിനെ കുറിച്ചിട്ടൊക്കെ പറയെടുക്കുകയും ചെയ്തെങ്കിലും അന്നത്തെ ഒരു രാജ്യത്തിലും ഒരു ഭരണകൂടവും ഇവരുടെ അവകാശങ്ങളെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. പിന്നെ ചരിത്രപരമായിട്ട് പുരുഷ മേധാവിത്വം എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. പാശ്ചാത്യ ലോകത്തും ഉണ്ടായിരുന്നു, പൗരസ്ത്യ ലോകത്തും പ്രകടമായിരുന്നു. പിന്നെ യഹൂദ, യവന, റോമ ഭരണ പശ്ചാത്തലങ്ങളിലെല്ലാം തന്നെ പുരുഷ മേധാവിത്വത്തെ അംഗീകരിച്ചിരുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ ലിംഗവിവേചനം വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, സ്ത്രീയായും നായായും എന്നെ സൃഷ്ടിക്കാത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് പറയുന്നത്. പിന്നെ തുല്യ പദവിയും അവകാശങ്ങളും അംഗീകരിക്കുകയോ ആരാധനയിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സ്ത്രീകൾക്ക് സജീവമായ പങ്കാളിത്തം യഹൂദ സമുദായം നൽകിയിരുന്നില്ല.
യവന ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് വരുമ്പോൾ അവര് പലപ്പോഴും പലതരത്തിലുള്ള സമീപനമാണ് സ്ത്രീകളോട് പുലർത്തിയിരുന്നത്. അതായത് പുരുഷന്മാർക്ക് തുല്യമായ സ്ഥാനം സ്ത്രീകൾക്കില്ല. അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഒരിക്കലും പുരുഷന് തുല്യമായിട്ടുള്ള സ്ഥാനം ഒരിക്കലും സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അതുപോലെ പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അത് ഭരണകൂടത്തിന്റെ എല്ലാ ഗുണങ്ങളും ലഭ്യമാക്കാനായിരിക്കണമെന്ന് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെമോസ്തോനിയസ് എന്ന് പറയുന്ന ആള്, സ്ത്രീകളെ നാം കാമസംതൃപ്തിക്ക് വേണ്ടി സംരക്ഷിക്കുന്നു, ശരീരത്തിന്റെ സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി വെപ്പാട്ടി, കുടുംബത്തിന്റെ സംരക്ഷക, നിയമപരമായി കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാര്യ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ലോകം അപകടത്തിലാകുമെന്നാണ് മഹാനായ സോക്രട്ടീസ് പറഞ്ഞത്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ ലോകം തന്നെ അപകടത്തിലാണ്. അപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ തന്നെ, ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് നിലനിന്നിരുന്നത്. അപ്പം റോമൻ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ സ്ഥാനം യവന സംസ്കാരത്തിനേക്കാൾ മെച്ചമാണ്. അതായത് അവർ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകളെ കൂടെ കൊണ്ടുപോകും, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കൊടുത്തതായിട്ട് കാണുന്നില്ല. ഒരു വശത്ത് അമ്മയായിട്ടും ആദർശവതിയായിട്ടും ചിത്രീകരിക്കുമ്പോൾ തന്നെ വിദ്വേഷത്തിനും പീഡനത്തിനും സ്ത്രീകൾ വിധേയരാകുന്നുണ്ട്, ഇല്ലേ? സ്ത്രീധനം, സതി, ബലാത്സംഗം, ലൈംഗിക ചൂഷണം, ദേവിദാസി സമ്പ്രദായം, ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. ഇന്നും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യൻസില്, UP-യില് പല ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും ദേവദാസി സമ്പ്രദായം, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പല മതങ്ങളിൽ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള സ്ഥാനങ്ങൾ പലതാണ്. ഇപ്പോൾ മതദർശനങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവ മതത്തിൽ സ്ത്രീകളുടെ പ്രാധാന്യം തിരിച്ചറിയുമ്പോൾ തന്നെ, ശിവനും പാർവതിയും ഒന്നിച്ചാൽ മാത്രമേ അവിടെ ഒരു ശക്തിയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ, അവർ അംഗീകരിക്കുമ്പോൾ തന്നെ എന്താണ്, അവിടെയും വിവേചനങ്ങൾ ഉണ്ട്. പിന്നെ 2 തത്വങ്ങളാണ്, പ്രകൃതി, പുരുഷ പ്രകൃതി സ്ത്രീത്വവും പുരുഷ തത്വവും പ്രകൃതിയുടെ പ്രേരക ഘടകങ്ങളായിട്ട് നിലകൊള്ളുന്നു എന്നാണ് ഹൈന്ദവ പുരാണം പറയുന്നത്. എല്ലാവരും കിറ്റായി പോവുകയെന്നല്ലോ. ക്യാമറ ഓഫ് ആക്കി. ഇനി ജൈനമതത്തില് സ്ത്രീകളുടെ അന്തസ്സിനെ ജൈനമതം അംഗീകരിച്ചിട്ടില്ല, ബുദ്ധമതവും അംഗീകരിച്ചിട്ടില്ല. ബുദ്ധമതം അംഗീകരിച്ചത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദസ്വാമി, അതായത് ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പിൻഗാമിയായ ആനന്ദസ്വാമിയുടെ ഇത് പ്രകാരമാണ് ബുദ്ധമതത്തിലെ സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും ഒരു സ്ഥാനം കൊടുത്തിരുന്നത്. അവരെ ആദ്യമൊന്നും ബുദ്ധമതത്തിലെ സ്ത്രീകള് സന്യാസിമാരായിട്ട് ഉണ്ടായിരുന്നില്ല. ജൈനമതത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും, അതായത് ജൈനമതക്കാര് സ്ത്രീകളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, അസൂയ, കാപട്യം, കാമം എന്നിവയുടെ പ്രതീകമാണ് സ്ത്രീ എന്ന് പറഞ്ഞു. നിർവ്വാണം പ്രാപിക്കാൻ സ്ത്രീക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് എപ്പോഴും ശ്രേഷ്ഠരെന്ന് പറഞ്ഞു. ബുദ്ധമതവും സ്ത്രീയുടെ തുല്യ പദവി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പിന്നെ സിഖ് മതത്തിലേക്ക് വരുമ്പോൾ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ ജീവിതത്തിൽ സ്ത്രീകൾ സജീവ പങ്കാളികളാണ്. സിഖ് മതത്തിലെ സ്ത്രീകൾക്ക് വളരെ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നാളെ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത്, ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സിഖ് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ വീട്ടിൽ ഇപ്പോൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ സിഖുകാര് അവരുടെ സ്ത്രീകളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടാണ് അവരുടെ ഫംഗ്ഷൻ എല്ലാം നിൽക്കുന്നത്. അവരെ ഒരു മകനാണെന്നുണ്ടെങ്കിൽ ആ മകൻ ഒരു ചെറിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തൻ്റെ അമ്മയുടെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം പ്രാപിക്കാതെ ആ മകൻ അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരുടെ ബാപ്പുജി തിരികെ വിളിച്ചിട്ട് പറയും, അമ്മയെ തൊട്ട് വണങ്ങിക്കൊണ്ട് പോകണമെന്ന് പറയും. അത്രയൊരു നല്ലൊരു സ്ഥാനമാണ് സിഖ് മതത്തിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ കൊടുത്തിരുന്നത്. അവരുടെ സിഖ് മതത്തിലാണ് സ്ത്രീ ഇല്ലാതെ
പുരുഷൻ അപൂർണനാണെന്ന് പറയുന്നത്. ഗുരുനാനാക്കിന്റെ ആ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട് സ്ത്രീ ഇല്ലാതെ പുരുഷൻ അപൂർണനാണെന്ന് പറയുന്നത്. പിന്നെ ഇസ്ലാമിക ദർശനത്തിൽ നമുക്കറിയാം അവർ സ്ത്രീകൾക്ക് ഒട്ടും സ്ഥാനം കൊടുക്കുന്നില്ല. പിതാവിന്റെ സ്വത്തിൽ പോലും സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്നാണ് ഇസ്ലാം മതത്തിൽ പറയുന്നത്. അപ്പോൾ അതായത് സ്ത്രീക്ക് പുരുഷന്റെ ഇസ്ലാം മതത്തിലെ സ്വത്തിന് പുരുഷന് ഇപ്പൊ 1 ലക്ഷം രൂപ സ്വത്ത് കൊടുക്കുകയാണെങ്കിൽ സ്ത്രീക്ക് അതിന്റെ പകുതി മാത്രമേ 50,000 രൂപ മാത്രമേ കൊടുക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നുള്ളൂ. ഇപ്പോഴും അത് തന്നെ. പിന്നെ ദേവാലയത്തിലെ ആരാധന സ്ഥലങ്ങളിലൊന്നും ഇന്നും സ്ത്രീയെ ഇസ്ലാം മതക്കാര് സ്വീകരിക്കുന്നില്ല. അവർക്ക് വീട്ടിലിരുന്ന് ഇതാക്കാം. ആരാധന സ്ഥലത്ത് പോയി മസ്ജിദുകളിൽ പോയിട്ട് അവർക്ക് തങ്ങളുടെ നിസ്കാരം കഴിക്കാനായിട്ടുള്ള അധികാരമൊന്നും ഇന്നും ഇസ്ലാം മതം അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് മസ്ജിദിൽ പോകാമെന്ന്, ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കപ്പെടുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇന്ന് സ്ത്രീകൾക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് മസ്ജിദുകളിൽ പോകാം, സ്വതന്ത്രമായിട്ട് രാത്രിയിൽ ഇറങ്ങി നടക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് വരെ ഇന്ന് സ്ത്രീകൾക്ക് സൗദി അറേബ്യ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീതിപീഠം, പിന്നെ ക്രിസ്തു മതത്തില് സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനം കൊടുക്കുന്നെങ്കിലും പ്രായോഗികമായിട്ടുള്ള നിലവിലേക്ക് വരുമ്പോൾ തുല്യ സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്ത്രീക്ക് തുല്യ സ്ഥാനം കൊടുക്കുന്നുണ്ടോ നമ്മളുടെ മതത്തില്? കൊടുക്കുന്നുണ്ടോ? നമുക്കുണ്ട്. എല്ലാ രംഗങ്ങളിലും ഉണ്ടോ അത്? ഇപ്പൊ ഒരു എലക്ഷൻ വരുന്നു. ഇപ്പൊ കൗൺസിലറായിട്ട് ഒരു സ്ത്രീ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇടവകകള് വളരെയധികം കുറവാണ്. എത്ര ഇടവകകളിൽ നിന്ന് 2 വലിയ ഇടവകകളിലൊക്കെ ആണെങ്കിൽ 2 കൗൺസിലേഴ്സ് ഉണ്ടാവും ഇല്ലേ? അതില് എന്തുകൊണ്ട് ഒരു പുരുഷനും എന്തുകൊണ്ട് ഒരു സ്ത്രീയും ആക്കിക്കൂടാ? സ്ഥാനം കൊടുക്കാത്തോണ്ടല്ലേ? പുരുഷന്മാര് സ്ഥാനം അവർക്ക് കൊടുക്കുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. നമ്മുടെ സമൂഹത്തിലും അതുണ്ടോ ഇല്ല? നിങ്ങൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു, തുല്യ സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തുല്യ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്കിക്കൂടെ? വലിയ ഇടവകളിലൊക്കെ ഇതുപോലെ കൗൺസിലർ സ്ഥാനത്തേക്ക് സ്ത്രീകളെയും കൂടെ പരിഗണിച്ചുകൂടായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ ഹലോ, കേൾക്കുന്നോ? അത് കൊടുക്കുന്നില്ല. അതുപോലെ സ്ത്രീകൾക്ക് ആരാധന നടത്താനുള്ള അച്ചംപട്ടം കൊടുക്കുന്നതിന് നമ്മളുടെ സഭ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിനെ എതിർക്കുന്ന ധാരാളം സ്ത്രീകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇല്ലേ? നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എല്ലാവരും പറയുന്ന ഒരു ന്യായമുണ്ട്. സ്ത്രീകൾക്ക് മെൻസ്ട്രുവേഷൻ പീരീഡ് വരുമ്പോ അത് കുർബാന എടുക്കാനായിട്ട് പറ്റത്തില്ല, തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് മെൻസ്ട്രുവേഷൻ പീരീഡില് സ്ത്രീകൾ പോയി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നതിൽ എന്താ? പഴയ നിയമത്തിലാണ് അശുദ്ധിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ശുദ്ധിയൊക്കെ പറഞ്ഞത്. പുതിയ നിയമം അപ്പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് ക്രിസ്തു വന്നത്. ക്രിസ്തു ആ അശുദ്ധി കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തില്ലായിരുന്നു. അവളെ തൊട്ട് സുഖപ്പെടുത്തിയെന്നുണ്ട്. ക്രിസ്തുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾ സൗഖ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തു അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ? ഹലോ, ക്രിസ്തു അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അങ്ങനെയായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി സ്വീകരിച്ചുകൂടാ? പലരും മടിക്കും അങ്ങനെയുള്ളൊരു സമയത്ത്. ഞാനും ഈ ക്ലാസ്സുകളെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത് വരേക്കും അങ്ങനെയുള്ള സമയത്ത് പോയി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ആളല്ലായിരുന്നു. പിന്നെ ഇതേ കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെയാണെങ്കിൽ പോലും
പോയി കമ്മ്യൂണിയൻ സ്വീകരിക്കും. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു വലിയ ദാനമാണത്. ഒരിക്കലും മറ്റുള്ള പുരുഷന് ലഭിക്കാൻ കഴിയാത്ത ഒരു വലിയ സ്ഥാനമാണ് അത്. അപ്പോൾ അത് ആ ഒരു ദാനവും സ്ഥാനവുമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയും. പിന്നെ പല സഭകളിലും അത് നിരോധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കത്തോലിക്ക സഭയും ഇതിനെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊന്നും അത് സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് കത്തോലിക്ക സഭയിൽ ചെന്ന് നമ്മൾ കമ്മ്യൂണിയൻ സ്വീകരിക്കാനായിട്ടൊന്നും പാടില്ല. അതൊക്കെ വളരെ നിഷിദ്ധമായിട്ട് ഉള്ള ഒരു കാര്യങ്ങളായിട്ട് കണ്ടിരുന്നു. പക്ഷെ ഇന്ന് അത് ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ, ഒരുവിധം അറിവുള്ള എല്ലാവരും തന്നെ അതിനെ യോജിക്കുന്നുണ്ട്. അതുപോലെ കത്തോലിക്ക സഭയിലും സ്ത്രീകൾക്ക് പട്ടത്വം നൽകുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴത്തെ മാർപ്പാപ്പ കുറെ അവിടെ വിവാഹവും വേണം, കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വിവാഹവും കഴിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും നടക്കുന്ന ഒരു അടിയൊഴുക്കുകൾ എല്ലാ സഭകളിലും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന നമ്മുടെ സഭയിൽ, ക്രിസ്തീയ സഭ ഇന്ന് മറ്റുള്ളവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സഭയായിട്ട് തീർന്നിരിക്കുന്നു. തെരുവിൽ യുദ്ധം ചെയ്യുന്ന ഒരു സഭയായിട്ട് മാറിയിരിക്കുന്നു. അത് സഭാ നേതൃത്വങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിൽ നമുക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയണം. തെരുവിൽ ക്രിസ്തു തെരുവിൽ യുദ്ധം ചെയ്യാനാണോ പറഞ്ഞത്? ക്രിസ്തു ആരെങ്കിലും സ്വത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന സഭയ്ക്ക് ഇത്ര സ്വത്ത് വേണം, ക്രിസ്തുവിന് എന്ത് സ്വത്തുണ്ടായിരുന്നു? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവം അവസാനം മരിക്കപ്പെടേണ്ടി വന്നത് ഏത് നിലയിലായിരുന്നു? ഇപ്പോൾ ആ ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്താണ് സ്വത്ത് തർക്കത്തിന്റെ പേര് പറഞ്ഞ്, പള്ളികളുടെ പേര് പറഞ്ഞ് എല്ലാം മാറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ എവിടെയാ ക്രിസ്തീയതയുള്ളത്? എവിടെയാ സുവിശേഷമുള്ളത്? ഒരിടത്തും ക്രിസ്തീയതയില്ല, സുവിശേഷവും കാണാനില്ല. നമ്മളിപ്പോ ഇത്ര പഠിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ക്രിസ്തീയത എന്താണ്? വെറും ആചാരാനുഷ്ഠാനങ്ങളല്ല ജീവിതം. ക്രിസ്തീയത അതല്ല. ആചാരാനുഷ്ഠാനങ്ങളെ അന്നും ഇന്നും ശക്തിയുക്തം എതിർക്കുന്ന ഒരാളാണ്, ഒരു മതമാണ് ക്രിസ്തീയ മതം. പക്ഷെ ക്രിസ്തീയ മതത്തിന്റെ എല്ലാ തരത്തിലുള്ള എല്ലാ മൂല്യങ്ങളെയും തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ സഭയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഭയും നല്ലതാണെന്ന് എടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാ സഭകളിലും ചീഞ്ഞു നാറുന്ന വിഷയങ്ങൾ എല്ലാ സഭകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് നമ്മളെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വായിച്ചു വളരേണ്ടിയിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങൾ മാത്രമല്ല നമ്മൾ ഇതാക്കേണ്ടത്. പഴയ കാലത്ത് നല്ല നല്ല എഴുത്തുകാർ എഴുതിയിരിക്കുന്ന മൂല്യബോധങ്ങളുള്ള പുസ്തകങ്ങളുണ്ട്. ഇന്ന് പുസ്തക വായന പിള്ളേർക്ക് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ കുറഞ്ഞിരിക്കുന്നു. പക്ഷെ വായനയിലൂടെ ലഭിക്കുന്ന ഒരു അറിവെന്ന് പറയുന്നത് വളരെയാണ്. പഴയ കാലത്തെ പുസ്തകങ്ങൾ പോലെ നല്ല പുസ്തകങ്ങൾ ഇന്ന് ഇല്ല, കിട്ടാനില്ല. പഴയ കാല രചനകൾ വളരെ കുറവാണ്. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന പുസ്തകങ്ങൾ ഇന്ന് വളരെ കുറവാണ്. അപ്പൊ നമ്മളിപ്പോ ഈ പഴയ നിയമ കാലഘട്ടം ഒരുപാട് വായിച്ചു. നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഉൽപ്പത്തി തുടങ്ങി ഞാൻ ഒരുവിധം മീഖ പ്രവാചകന്റെ പുസ്തകങ്ങൾ വരെയുള്ള അവിടെ മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്ത്രീകൾക്ക് നല്ലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മീഖ പ്രവാചകനാണ് ലാസ്റ്റ് വരെയുള്ള കുറെ ഭാഗങ്ങൾ എല്ലാം എടുത്തു പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഭാഗങ്ങളും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൂടെ പഴയ നിയമകാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെട്ടിരുന്നതെന്നും ക്രിസ്തു അതുപോലെ പൗലോസ് അപ്പസ്തോലൻ എങ്ങനെയാണ്, ഇപ്പൊ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, പൗലോസ് അപ്പസ്തോലൻ സഭയിൽ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് ഒരു വാക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് സഭയിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.
പൗലോസ് അപ്പസ്തോലൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെയാണ് അത് പറഞ്ഞത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അപ്പോൾ പൗലോസ് അപ്പസ്തോലന്റെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തു സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നത് കണ്ട് കേട്ടും മനസ്സിലാക്കിയ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശുശ്രൂഷകളിലും സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ പ്രഭാഷണ വേളകളിൽ പൗലോസ് അപ്പസ്തോലൻ പലപ്പോഴും വചനത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അന്ന് വരെ വചനം പഠിക്കാൻ കഴിയാതിരുന്ന സ്ത്രീകൾ തങ്ങളുടെ ഉത്കണ്ഠയും തങ്ങളുടെ സംശയങ്ങൾ നിവാരണത്തിനും ഈ ആരാധനക്കിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുക പതിവായിരുന്നു. അപ്പോ അത് സഭയുടെ ആ ഒരു ആരാധനയെ തടസ്സപ്പെടുത്തുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കും. നമുക്കറിയാം, നമ്മൾ പെണ്ണുങ്ങളെ ചിലയ്ക്കാൻ തുടങ്ങിയ ഏതറ്റം വരെ പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ആരാധനയ്ക്ക് തടസ്സം വരുന്ന ഒരു ഇത് വന്നപ്പോഴാണ് പൗലോസ് അപ്പസ്തോലൻ അത് അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണം, വിധേയപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷന് വിധേയായിരിക്കണം സ്ത്രീ. ആ വിധേയത്വം എന്ന് പറയുന്നത് അടിമത്തമായിട്ട് ഒരിക്കലും പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പസ്തോലൻ പലപ്പോഴും ഒരു ലേഖനത്തിൽ ഒരു ഭാഗത്തിൽ തന്നെ തൻ്റെ കൂടെ പ്രവർത്തിച്ച സ്ത്രീകളെ കുറിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു ഭാഗം തന്നെ ഉണ്ട്. ഒരുപാട് ഭാഗങ്ങളിൽ തൻ്റെ അമ്മൂമ്മയായ ഉനീക്കയ്ക്കും സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ സ്ത്രീകളുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഇതിലേക്ക് വരുമ്പോൾ 1-ാം നൂറ്റാണ്ടില്, അതായത് ക്രിസ്തുവിന് ശേഷം സഭാ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം വളരെ കുറഞ്ഞു. അപ്പസ്തോലിക കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് ഒരുവിധ സ്ഥാനം കൊടുത്തിരുന്നു. പക്ഷെ പല സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യവും അവർക്കുള്ള സ്ഥാനവും കുറച്ചുകൊണ്ടുവന്നു. അത് വളരെ ഇതായിട്ട് വന്നു. പിന്നീട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നവോത്ഥാനം ഉണ്ടായത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ്. പക്ഷെ CSI സഭ സ്ത്രീകൾക്ക് മാന്യമായിട്ടുള്ള സ്ഥാനം ഒരു പരിധി വരെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അതുപോലെ മാന്യമായിട്ടുള്ള സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് CSI സഭയിൽ ഈ മാതൃസംഘം ഉണ്ടാകാനും ഇപ്പോൾ നമ്മൾ സ്ത്രീജന സഖ്യം ഉണ്ടാകുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം മുൻപോട്ട് കൊണ്ടുവരുത്താനും കഴിഞ്ഞത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ സൂസൻ കൊച്ചമ്മ വളരെയധികം ശ്രമിച്ചത് കൊണ്ടാണ് സ്ത്രീകൾ ബൈബിൾ പഠിക്കാനായിട്ടുള്ള ഒരു രംഗത്തേക്ക് വരണം എന്ന് സൂസൻ കൊച്ചമ്മയുടെ അദമ്യമായ ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ ദിവ്യബോധിനി ഉടലെടുത്തത്. നമ്മളുടെ മധ്യ കേരള മഹാ ഇടവകയിൽ ദിവ്യബോധിനി ഉടലെടുക്കുകയും ബൈബിൾ നമ്മൾ ആക്ഷരികമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഉപരിയായിട്ട് നമ്മളുടെ സ്വന്തം ചിന്തയിൽ, അതായത് ദ ബുക്ക് ദാറ്റ് റീഡ്സ് മീ എന്നാ പറയുന്നത്, എന്നെ വായിക്കുന്ന പുസ്തകം, നമ്മളുടെ വീക്ഷണകോണിൽ ആ കാര്യങ്ങളെ കണ്ടെത്തുവാനും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ആ വചനത്തെ കൊണ്ടുപോകുവാനും എങ്ങനെ നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി തരാനായിട്ട് സൂസൻ കൊച്ചമ്മയ്ക്ക് ദിവ്യബോധിനി എന്ന ഈ ഒരു ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: പുതിയ നിയമ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കുള്ള സ്ഥാനവും യേശു സ്ത്രീകളെ ഏതെല്ലാം രീതിയിൽ കണ്ടിരുന്നുവെന്നും യേശു സ്ത്രീകളോട് പെരുമാറിയിരുന്നത് എന്താണെന്നും താൻ മശിഹായാണെന്ന് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് പുരുഷവർഗത്തോടല്ല, ഒരു സ്ത്രീയോടാണ്. അപ്പോൾ അങ്ങനെ യേശു സ്ത്രീകൾക്ക് സമുന്നതമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തു. തൻ്റെ ശുശ്രൂഷയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തി. തൻ്റെ ഉയർപ്പ് ആദ്യം അറിയുവാൻ കഴിഞ്ഞതും സ്ത്രീകൾക്കാണ്. അപ്പോൾ യേശു കൊടുത്ത, നമ്മൾ പുതിയ നിയമം ത്തെയാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. യേശു കൊടുത്ത മാതൃകയിൽ യേശു വിഭാവനം ചെയ്ത സ്ത്രീ എന്തായിരുന്നു, അവൾ ശുശ്രൂഷ രംഗത്ത് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് നോട്ട് ഞാൻ ഇട്ടേക്കാം. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം. ഹലോ, മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച
ലാസ്റ്റ് എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റാതെ പോയി. 3:10 മുതൽ ഞാൻ ഒന്നും ആ കേട്ടിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്തൊന്ന് ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്. ആ നോട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു അതിലുപരിയായിട്ടാണ് നോട്ടിൽ എഴുതിയേക്കുന്നത്. ആ. ക്ലാസ്സിൽ ഈ അസൈൻമെന്റിന്റെ എന്തോ പറഞ്ഞു, ഒന്നുകൂടെ പറയൂ. അസൈൻമെന്റിന്റെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലെയോ ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രം ആ. അത് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു ആ സ്ത്രീ കഥാപാത്രത്തിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും എഴുതാം, രണ്ടും എഴുതാം. അപ്പോൾ ആ സ്ത്രീ കഥാപാത്രം നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നതിനെ കുറിച്ചിട്ട് ഒരു മാക്സിമം 2 പേജ്, കൂടുതലായിട്ടൊന്നും എഴുതണ്ട, 2 പേജിൽ കവിയാതെ എഴുതുക. അത് എക്സാമിന് മുമ്പ് തന്നേച്ചാ മതി. ഓക്കെ. അപ്പൊ നോട്ട് ഇട്ടേക്കാം, കുറെയൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ എൻ്റെ ഫോൺ അത്ര വർക്കല്ല, അതാണ് ഞാൻ അന്നത്തെ പ്രാവശ്യം നോട്ട് ഇടാതിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നോട്ട് ഇന്നത്തെ ഒരല്പം കൂടി എനിക്ക് എഴുതി പൂർത്തിയാക്കാനുണ്ട്, ഇന്നെടുത്ത ക്ലാസ്സിന്റെ. അതും കൂടി എഴുതി പൂർത്തിയാക്കിയിട്ട് നോട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്ര വിപുലമായിട്ടൊന്നും എഴുതണ്ട, അതിന്റെ മെയിൻ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയേച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം വായിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്കൊരു രൂപം കിട്ടുള്ളൂ, എങ്ങനെ എഴുതണം. പഴയ നിയമത്തില് സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനം എന്താന്ന് അപ്പൊ നമുക്ക് ഉദാഹരണ സഹിതം മനസ്സിലാക്കാനാണ് ഞാൻ വേദഭാഗങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നോട്ട് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ വേദപുസ്തക രചനയിൽ സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ ചെന്ന് എവിടെയെങ്കിലും നമുക്കൊരു പ്രസംഗത്തിനായിട്ടായാലും പോകുമ്പോൾ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുമ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയെങ്കിലും, ആ വേദഭാഗങ്ങൾ മനസ്സിലാക്കിയെങ്കിലും, ആ വേദഭാഗത്തിൽ അന്നത്തെ സമുദായത്തെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ നിലവിൽ വന്നു, അന്നൊക്കെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ അവരുടെ സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കൊച്ചമ്മ ഇവിടെ. ഹലോ കൊച്ചമ്മേ, അപ്പൊ സമയമായോ? ഹലോ. ആ ഇന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് വന്നു, ഇത് ശരിയാകാനായിട്ട്. ആദ്യം ഇച്ചിരി പ്രശ്നമായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. കൊച്ചമ്മ കേട്ടല്ലോ, ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട്സും എഴുതി കംപ്ലീറ്റ് എഴുതി അപ്പൊ